ജയ് ശ്രീരാമകൃഷ്ണ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആഹാരം എങ്ങനെയാണ് കഴിക്കുക, അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നതിൻ്റെ ആ ഒരു പ്രോസസ്സ് എങ്ങനെ ഈശ്വരോന്മുഖമായി, അല്ലെങ്കിൽ ഒരു ഈശ്വര അർപ്പണമായിട്ട് എങ്ങനെയാണത് ഈ ഭക്ഷണത്തെ, അന്നത്തെ എങ്ങനെയാണ് ഒരു ഈശ്വരാർപ്പണമായി തീർക്കുക എന്നുള്ള ഒരു ഭാഗമാണ് പറഞ്ഞു വരുന്നത്. അതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് കഴിഞ്ഞ ഭാഗങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞത്. ഇപ്പം ഈ ഭാഗത്തെത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആഹാരത്തെ തന്നെ നമ്മൾ സാധാരണ സാത്വിക ആഹാരം എന്ന് പറയുന്നുണ്ട്. അപ്പം സാത്വികമായ ആഹാരം കഴിക്കുക. അപ്പം സാത്വികാഹാരം കഴിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മളിലുള്ള ഈശ്വരീയ സങ്കല്പത്തെ, അല്ലെങ്കിൽ നമ്മളുടെ ചൈതന്യത്തിന് വേണ്ട വിധത്തിലുള്ള ഒരു പ്രോജ്വലത ലഭ്യമാക്കുക. അപ്പോൾ ഈ സാത്വിക ആഹാരങ്ങളിൽ നിന്ന് മാറി മറ്റു തരം ആകർഷണങ്ങളിലേക്ക്, ഈ ആഹാരത്തിൻ്റെ തന്നെ മറ്റു തരം ആകർഷണങ്ങളിലേക്ക് എങ്ങനെയാണ് നമ്മുടെ മനസ്സ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ താല്പര്യം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ് അടുത്ത ഒരു ചർച്ചാ വിഷയമായി വരുന്നത്. എന്തൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാലും രുചിയേറിയ ആഹാരത്തിൻ്റെ ഗന്ധം, ആ ആഹാരത്തിൻ്റെ രൂപം, അല്ലെങ്കിൽ ആ കാഴ്ച, അല്ലെങ്കിൽ ആ ആഹാരം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ അനുഭവിക്കാവുന്ന രുചി പലതും കൃത്രിമ രുചിയാണ്, അതിൻ്റെ ഡയറക്റ്റ് ഫോമിലല്ല. ഇപ്പം ഇറച്ചി കഴിക്കുന്നു, ഇറച്ചി പച്ചയിറച്ചിയല്ലല്ലോ കഴിക്കുന്നത്. അതിന് യഥാർത്ഥത്തിൽ നമ്മൾ ആസ്വദിക്കുന്ന രുചി എന്ന് പറയുന്നത് അതിന് ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ രുചിയാണ്, അല്ലാതെ ആ വസ്തുവിന് രുചിയില്ല. അത് ഓരോന്നിലും അത് തന്നെ സംഭവിക്കുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെയാണ് ഇത് കീഴടക്കുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങളെ കീഴടക്കുന്ന എങ്ങനെയെന്നുള്ളതാണ്. പ്രധാനമായും 3 ഇന്ദ്രിയങ്ങളിലൂടെയാണ് ഈ ആഹാരത്തെ നമ്മുടെ മനസ്സ് കൈവിട്ടു പോകുന്നത്. അതൊന്ന് തീർച്ചയായും അതിൻ്റെ കാഴ്ച, ഒരു ഭക്ഷണ പദാർത്ഥത്തെ കാണുമ്പോഴുണ്ടാകുന്ന ആ ഒരു താല്പര്യം. മറ്റൊന്ന് അതിൽ നിന്ന് വരുന്ന ഗന്ധത്തിൽ നിന്നുണ്ടാകുന്ന ഒരു താല്പര്യം. നല്ല കുക്കിംഗ് ഒക്കെ നടക്കുമ്പോൾ നല്ല അതിമനോഹരമായ ഗന്ധം കയറി വരും. അപ്പോൾ നമുക്ക് അറിയാതെ നമ്മുടെ നാവിൽ ഉമിനീരിങ്ങനെ നിറയും. അതല്ലേ പറയും, നാവിലൂടെ കപ്പലോടിക്കാം എന്നൊക്കെ നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. അതേപോലെ തന്നെ ആ ആഹാരത്തിൻ്റെ ഗന്ധം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആ ആഹാരം ഒന്ന് രുചിച്ചു നോക്കുമ്പോൾ ഉണ്ടാകുന്ന രുചി. ഇതെല്ലാം നമ്മെ അപ്പോൾ ഇന്ദ്രിയങ്ങളാണ് നമ്മെ ഇതിലേക്ക് പിടിച്ചിടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പിന്നീട് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ
ഈ ഹോമിക്കപ്പെടേണ്ട ഹവിസ്, അതായത് വൈശ്വാനരന് വേണ്ടി നമ്മുടെ ഉള്ളിൽ ഹോമിക്കുന്നതാണ് ഈ ഭക്ഷണം എന്നുള്ള ഒരു സങ്കല്പം. ഒരു ഹോമത്തിലേക്ക് ഒരു ഹവിസ് നൽകുന്നത് പോലുള്ള സാത്വിക ഭാവമാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് നമുക്കറിയാം. അതെങ്ങനെയാണ് ഇന്ദ്രിയങ്ങളുടെ ആക്രമണം കൊണ്ട് വഴിതെറ്റിപ്പോകുന്നത്? ആ യജ്ഞത്തെ ഈ രാക്ഷസന്മാർ പണ്ട് ശ്രീരാമൻ ഒക്കെ ഈ യാഗഭൂമി സംരക്ഷിക്കാൻ പോയ ചെറുപ്പത്തിലേ പോയ കഥയൊക്കെ അറിയാം. അപ്പം ആ തരത്തിലുള്ള ഒരു നമ്മുടെ ആ യജ്ഞത്തെ നശിപ്പിക്കുന്ന തരത്തിൽ ഇന്ദ്രിയങ്ങളാകുന്ന രാക്ഷസന്മാർ ഇങ്ങനെ വന്ന് അതിനകത്തേക്ക് ആവശ്യമില്ലാത്ത ആ ഹോമകുണ്ടത്തിലേക്ക് ആവശ്യമില്ലാത്തൊക്കെ എടുത്തിടാൻ പ്രേരിപ്പിച്ച് നമ്മളെ കൊണ്ട് ഇടിയിക്കും. അങ്ങനെ നമ്മുടെ ആ ഭക്ഷണം എന്ന് പറയുന്ന, ആഹാരം എന്ന് പറയുന്ന മഹായജ്ഞത്തെ ശിഥിലമാക്കിക്കളയും. അതിൻ്റെ ഫലമോ നമ്മുടെ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഇതാണ് ക്ഷേത്രം. ഈ ക്ഷേത്രം രോഗാവസ്ഥയിൽ ദ്രവിച്ച് നശിച്ചു പോകും. ഇതിൽ നിന്നാണ് നമുക്ക് മോചനം യഥാർത്ഥത്തിൽ ആവശ്യം വരേണ്ടത് എന്നാണ് ഇനി വരുന്ന ഭാഗങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇനിയുള്ള ഭാഗങ്ങൾ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത് ഇത്രയും നേരം ഇതിന് നമ്മൾ തുടർന്ന് വരുമ്പോൾ ഇത്രയും നേരം പറഞ്ഞു വന്നിരിക്കുന്നത് നമ്മുടെ ആന്തരികമായ ശുദ്ധിയാണ്. ആന്തരികമായൊരു ശുദ്ധി പരിപാലിക്കേണ്ടതിനെ കുറിച്ചാണ്. അതേ സന്ദർഭത്തിൽ ബാഹ്യമായ ശുദ്ധിയും ഒരു ഘടകമാണ്. എന്തൊക്കെയാണ് ആന്തരികമായ ശുദ്ധി, എന്തൊക്കെയാണ് ബാഹ്യമായ ശുദ്ധി, ഇതെന്തൊക്കെ ഘടകങ്ങളാണ് ഈ രണ്ടിലും വരുന്നത്, ഇതെത്രമാത്രം നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട്, ആന്തരിക ശുദ്ധിയും ബാഹ്യശുദ്ധിയും എത്രമാത്രം നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട്, ഇതാണ് തുടർന്ന് വരുന്ന പ്രധാനപ്പെട്ട ഭാഗം. ഇതെല്ലാം ഈ ആഹാരവുമായി കണക്റ്റഡാണ്. വളരെ രസകരമാണ്. ആഹാരമാണ് നമ്മുടെ എല്ലാ പ്രവൃത്തികളുടെയും കേന്ദ്രബിന്ദുവായി വരുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഒരു ദിവസത്തെ വിഭജിക്കുമ്പോൾ എങ്ങനെയാണ് അത് സംഭവിക്കുക? ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, അത് കഴിഞ്ഞാൽ ഡിന്നർ, ഇങ്ങനെയാണല്ലോ ഓരോ ഘട്ടങ്ങൾ. ഈ 3 ഘട്ടങ്ങളിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. ഈ ചിന്തകളിലേക്കാണ് നമ്മുടെ ഈ ഇടവേളകളിൽ നമ്മുടെ കർമ്മം നിൽക്കുന്നത്. ഇതിൻ്റെ ഇടവേളകളിലാണ്. അപ്പം ഈ ഇടവേളകളിലെ കർമ്മത്തിൻ്റെ ഒരു പ്രധാന ആകർഷണം ഇടവേളകൾക്കിടയിലെ ഭക്ഷണം തന്നെയാണ്. അന്നം തേടിയാണല്ലോ മനുഷ്യൻ്റെ ജീവിത പ്രയാണം തന്നെ, അന്നം തേടിയാണ്. അപ്പോൾ അന്നത്തിനുള്ള വക കണ്ടെത്തുക എന്നൊക്കെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ വിശേഷിപ്പിക്കുന്നത്. അന്നത്തിനുള്ള വക കണ്ടെത്തുക, ഈശ്വരനെ കണ്ടെത്തുക എന്നല്ല പറയുന്നത്, അന്നത്തിനുള്ള വക കണ്ടെത്തുക, അതാ ജീവിതം. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലായി. അപ്പം അതൊക്കെയാണ് ഇനി വരുന്ന ഭാഗത്തേക്ക് കടന്നു വരുന്നത്. ഈ ആന്തരിക ശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ടൂൾസ് എന്തൊക്കെയാണ്, ബാഹ്യമായ ശുദ്ധിയുടെ ടൂൾസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് പ്രധാനമായ പോയിന്റ്സ്. വളരെ രസകരമായ കുറേ പോയിന്റ്സിലൂടെയാണ് ഇനി കടന്നു പോകാനുള്ളത്. അപ്പോൾ ആ ഭാഗങ്ങൾ കൂടെ ഇനി ശ്രദ്ധിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഇനിയുള്ളത് അതിൻ്റെ ഓഡിയോ മാത്രമാണ്, വീഡിയോ അല്ല. അപ്പം അത് സശ്രദ്ധം കേട്ട് ആ ഭാഗങ്ങൾ കൂടെ ഹൃദിസ്ഥമാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജയ് ശ്രീരാമകൃഷ്ണ. അപ്പം നമ്മളെ ശാന്തരായിരിക്കുന്നതും അശാന്തരാക്കുന്നതും ആഹാരമാണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് ആഹാരം എന്ന ചിന്ത സ്വാഭാവികമായി കയറി വരാൻ തുടങ്ങും. എല്ലാവർക്കും ഉള്ളതാണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ പ്രധാനമായും നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് എല്ലാവരെ സംബന്ധിച്ചും ആഹാരം തന്നെയാണ്. 12:30 ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇനി സാക്ഷാൽ ഭഗവാൻ 12:30 കഴിഞ്ഞ് ഇവിടെ അവതരിക്കുമെന്ന് പറഞ്ഞാൽ അതവിടെ അവതരിക്കട്ടെ, ഞാൻ പോയി വല്ലതും കഴിച്ചിട്ട് വരാം. അപ്പം ഭഗവാൻ പോലും നിസ്സഹായനാവും അവിടെ. അത് ഈ ആഹാരത്തിൻ്റെ കാര്യത്തിലാണ് നമ്മൾ ശാന്തരാകുന്നതും അശാന്തരാകുന്നതും. അപ്പോൾ ഇന്ദ്രിയം അത് കഴിഞ്ഞ് പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഇന്ദ്രിയങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മെ ഈ
അർപ്പിക്കുന്ന നമ്മളിപ്പോൾ ഇതൊരു സാത്വികമായ ഭക്ഷണ രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. കാരണം നമ്മളിത് നൽകുന്നത് നമുക്കുള്ളിലുള്ള ആ ഹോമകുണ്ഡത്തിലേക്കാണ് നമ്മളിത് അർപ്പിക്കുന്നത്. അപ്പോൾ ഏറ്റവും ശുദ്ധമായതാണ് നമ്മൾ അർപ്പിക്കേണ്ടത്. ഇതിന് നമുക്ക് വിഘാതമായി നമ്മളോട് ശത്രുതയോടുകൂടി നമ്മെ കീഴടക്കുന്നത് സ്വാഭാവികമായിട്ടും ഇന്ദ്രിയങ്ങളാണ്. ഈ നമ്മളെ ഇന്ദ്രിയങ്ങളാണ് നമ്മെ വഴിതെറ്റിക്കുന്നത് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് എല്ലായിടത്തും. നമുക്ക് ആവശ്യമില്ലാത്തത് കാണും, ആവശ്യമില്ലാത്തത് കേൾക്കും, ആവശ്യമില്ലാത്തത് രുചിക്കാനൊക്കെ നമ്മെ പ്രേരിപ്പിക്കുന്നത് ഇന്ദ്രിയങ്ങളാണ്. ഇവിടെ അത് പറയുന്നുണ്ട്. ഈ ഭക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ദ്രിയങ്ങൾ തന്നെയാണ് പ്രധാനം. 3 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ 3 ഇന്ദ്രിയങ്ങൾ, അതിൽ ഒരു ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ കണ്ണാണ്. കണ്ണിനെ വേണ്ട പോലെ നിയന്ത്രിച്ചാൽ ഭക്ഷണം സാത്വികമാക്കാം. മൂക്കിനെ വേണ്ട പോലെ നിയന്ത്രിച്ചാൽ, അതായത് ഗന്ധത്തെ സ്വീകരിക്കുന്നതിനെ നിയന്ത്രിച്ചാൽ ഭക്ഷണം നിയന്ത്രിക്കാം. മറ്റൊന്ന് നാക്ക്. ഈ 3. അപ്പം കണ്ണാണ് ആദ്യത്തെ കുഴപ്പക്കാരൻ. നല്ല ഇങ്ങനെ ഭംഗിയുള്ള, കണ്ടാൽ കൊതിയൂറുന്ന ഭക്ഷണ പദാർത്ഥം ഇപ്പം നമ്മളിങ്ങനെ ഫ്രണ്ടിലിങ്ങനെ പാത്രത്തിൽ ആവി പാറുന്ന തരത്തിലിങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വായിൽ കപ്പലോടുന്നു എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ നമുക്ക് കൊതി വരാൻ തുടങ്ങും. ഇത് കാഴ്ചയിലൂടെയാണ് നമ്മളെ കൊളുത്തി വലിക്കുന്നത്. അതോടൊപ്പം എന്ത് പറ്റും? പതുക്കെ നമ്മളിങ്ങനെ അടുത്ത വീട്ടിൽ മീൻ വെച്ചാൽ നമുക്ക് ഉടനെ അറിയാം, ഓ ഇന്ന് അവിടെ മീൻ ഇറച്ചിയൊക്കെയാണ്. പക്ഷേ ആ ഗന്ധം നമ്മളെ അടുത്തേക്ക് വരും. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ തന്നെ അങ്ങനെ നമ്മൾ ഈ വെളിയിലിപ്പോൾ മറ്റു കാര്യങ്ങൾ നോക്കിയിരിക്കുന്ന വീട്ടിലെ ആളുകളാണെങ്കിൽ അടുക്കളയ്ക്കകത്ത് ഇപ്പം നല്ല ഭക്ഷണം, ഇപ്പോൾ ഇവിടെ തന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വാമി അവിടെ രസകരമായ കറിക്കൂട്ടൊക്കെ ചേർത്ത് തുടങ്ങുമ്പോഴേക്കും അതിൻ്റെ ഒരു ഗന്ധം ഇങ്ങോട്ട് വരും. അതോടുകൂടി ആധ്യാത്മികതയും വൈശ്വാനരനും ഒക്കെ പോയി. പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും അത് വാങ്ങിച്ച് കഴിക്കുക എന്നുള്ള ഒറ്റ ആഗ്രഹമാണ്. അപ്പോൾ ഇത് ഗന്ധം നമ്മളെ അങ്ങോട്ട് വലിക്കുന്നുണ്ട്. പിന്നൊന്ന് സ്വാഭാവികമായിട്ട് രുചി. ഈ 3നെയും എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാമെന്നുള്ളത് ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഒരു മസ്റ്റായ കാര്യമാണ്. ഇതിനെ വിജയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിനു മുമ്പ് പറഞ്ഞ ഒന്നും ഫലത്തിൽ വരില്ല. ഈ 3നെയും നിയന്ത്രിക്കാനും. അപ്പം ഇവിടെ അതേക്കുറിച്ച് അതിൻ്റെ മറ്റൊരു വശം നമ്മളിവിടെ പറയുന്നു. ഈ ഈശ്വരൻ നമ്മുടെ ഉള്ളിലിരിക്കുന്നതാണ് ഈശ്വരൻ. നമ്മൾ ഉള്ളിലാണ് ഈശ്വരൻ ഇരിക്കുന്നത് എന്ന് നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്ക് വിശ്വാസം വരില്ല. ആകെ വിശ്വസിക്കാവുന്ന ഒരു കാര്യം ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ്. അതുമാത്രമാണ് സ്വാഭാവികമായി ഒരു മനുഷ്യൻ, സാധാരണ മനുഷ്യന് വലിയ വിജ്ഞാനമൊന്നുമില്ല, വലിയ പാണ്ഡിത്യമൊന്നും ഇല്ലെങ്കിലും സ്വാഭാവികമായി നമ്മൾ ഈശ്വരനെ ബോധ്യപ്പെടാനുള്ള ഒരു മാർഗം ഈ ആഹാരക്രമത്തിലൂടെ മാത്രമാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ജഹരാഗ്നിയെക്കുറിച്ച്, വൈശ്വാനരനെ കുറിച്ചുള്ള ബോധ്യം വരുന്നത് ഈ ഭക്ഷണത്തോടുള്ള നമ്മുടെ താല്പര്യങ്ങളെ മാത്രം നമ്മൾ ഫോളോ ചെയ്താൽ മതി, നമുക്ക് ബോധ്യപ്പെടുന്നത്. ആ ഭക്ഷണം അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ആ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്ത് നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ താല്പര്യം എങ്ങനെയൊക്കെയാണ് സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ഈശ്വരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാക്കും. ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണിത്. ഈ വൈശ്വാനരനാണ് നമുക്ക് ബോധ്യപ്പെടുന്ന ഏക മാർഗം. അല്ലാതെ നമ്മുടെ ഉള്ളിൽ ഈശ്വരനുണ്ട് എന്ന് നമുക്ക് തോന്നുവാനുള്ള ഒരു തെളിവും അല്ലെങ്കിൽ ഒരു പ്രേരണയും സാധാരണഗതിയിൽ നമുക്കുണ്ടാവില്ല. സാധാരണ മനുഷ്യരെന്താണെന്നറിയും. അപ്പോൾ ഈശ്വരനുണ്ട് എന്നുള്ള നമ്മുടെ ഏക ബോധ്യം ഈ വൈശ്വാനരൻ എന്ന രൂപം മാത്രമാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ പ്രധാന ഭാഗമായിട്ട് പറയുന്നത്. പിന്നെ അതേപോലെ അപ്പോൾ ഈ അകത്തിരിക്കുന്ന ഈശ്വരനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ ഈശ്വരനകത്തുണ്ട് എന്നുള്ള ബോധ്യം വന്നു, അല്ലെങ്കിൽ നമുക്കൊരു അനുഭവതലം വന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഈശ്വരൻ, നമ്മൾ ഈ ബാഹ്യശുദ്ധി പോലെ തന്നെ വളരെ പ്രധാനമാണ് ആന്തരിക ശുദ്ധി. നമ്മൾ ഒരിക്കലും പാലിക്കാത്ത ഒന്ന് ആന്തരിക ശുദ്ധിയാണ്. ബാഹ്യശുദ്ധിയിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും ശ്രദ്ധിക്കുന്നവരാണ്. നമ്മൾ കൃത്യമായി കുളിക്കും, നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യും, നല്ല വസ്ത്രം ധരിക്കും,
മറ്റ് ഒരാൾ നമ്മളെ കണ്ടാൽ മോശമാണെന്ന് ധരിക്കാത്ത വിധം നമ്മൾ മനോഹരമായി പരമാവധി നമ്മളെല്ലാം അവരവരാൽ കഴിയുന്ന തരത്തിൽ സുന്ദരന്മാരും സുന്ദരികളായിരിക്കാനാണ് നമ്മൾ താല്പര്യം. അതിന് പ്രായവ്യത്യാസമൊന്നുമില്ല. ഒരു കുഞ്ഞു മുതൽ ഇനി 90 വയസ്സായ ആൾ വരെ എടുത്താലും എല്ലാവരുടെയും അടിസ്ഥാനപരമായ താല്പര്യം ഞാനിപ്പോഴും സുന്ദരനാണ് എന്നാണ്. കാരണം എൻ്റെ സൗന്ദര്യമുള്ള സമയത്തെ ഓർമ്മകൾ മാത്രമേ എന്നിലുള്ളൂ. ഞാൻ ഇടയ്ക്ക് കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ വല്ലാതെയൊക്കെ ചുളുങ്ങിയല്ലോ, വാർദ്ധക്യം വന്നല്ലോ എന്നൊക്കെ തോന്നുമെങ്കിലും അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിയുന്നത് എൻ്റെ നല്ല മുഖമായിരിക്കും. സംശയമുണ്ടോ ആ കാര്യത്തിൽ? ഞാൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഞാൻ അന്ന് കുറെ കൂടെ അതിസുന്ദരനായിരുന്നല്ലോ അല്ലെങ്കിൽ അതിസുന്ദരിയായിരുന്നല്ലോ എന്ന് നമ്മളെല്ലാവരും കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ പ്രസൻറ്റ് സിറ്റുവേഷനിലുള്ള ആ രൂപമല്ല നമ്മൾ കാണുന്നത്, നമ്മുടെ മനസ്സിൽ കാണുന്നത്. പ്രത്യക്ഷത്തിൽ കാണുന്ന നമ്മുടെ രൂപമാണ്. അപ്പോഴാണ് നമുക്ക് സംശയം തോന്നും, ഇവിടെയൊക്കെ ചുളുങ്ങിയല്ലോ, അല്ലെങ്കിൽ നര വല്ലാതെയൊക്കെ വന്നിട്ടുണ്ടല്ലോ, നര കൂടിയല്ലോ, അല്ലെങ്കിൽ കഷണ്ടി വന്നല്ലോ എന്നുള്ള നമ്മുടെ രൂപഘടനയെക്കുറിച്ച് നമ്മൾ ആകെ മൊത്തം ഒന്ന് അനലൈസ് ചെയ്യുന്നത് ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ്. ഈ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നമ്മൾ ഏത് പ്രായത്തിൽ നിന്നാലും നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ അതിനു മുൻപ് ഉണ്ടായിരുന്ന ഏറ്റവും സൗന്ദര്യപരമായ ഒരു സാഹചര്യമുണ്ട്. ഒരു ദിവസം, ഒരു സന്ദർഭം, നമ്മളെ ആര് കണ്ടാലും നീ നല്ല അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം കാണും. അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും സുന്ദരനാണെന്നും സുന്ദരിയാണെന്നും നമുക്ക് സ്വയം ബോധ്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടം കാണും. ആ കാലഘട്ടവുമായിട്ടുള്ള കമ്പാരിസൺ ആയിരിക്കും പിന്നീട് ഏത് കാലത്തും നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ മനസ്സിലിരിക്കുന്നത് ഈ സൗന്ദര്യാത്മകമായ അവസ്ഥ. അങ്ങനെയാണ് നമുക്ക് പറ്റുള്ളൂ. നമ്മൾ സുന്ദരമായ ഒരു അവസ്ഥയെക്കുറിച്ച് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഈ ഉള്ളിലിരിക്കുന്ന ഈശ്വരീയ ഭാവമാണ്. കാര്യം ഈശ്വരീയ ഭാവത്തിന് എപ്പോഴും സുന്ദരമാണ്. ശ്രീകൃഷ്ണനെ പല കുഞ്ഞായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. മരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 250 വയസ്സെങ്ങാണ്ട് ആയതാണ് തോന്നുന്നത്. അങ്ങനെ ഒരു കൃഷ്ണനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? വളരെ എല്ലൊക്കെ ചുളുങ്ങി. കുചേലൻ കൃഷ്ണൻ്റെ സതീർത്ഥ്യനാണ്. കുചേലൻ്റെ രൂപവും കൃഷ്ണൻ്റെ രൂപവും കൂടെ എത്ര ആലോചിച്ചാലും ഇവർ കൂട്ടുകാരാണെന്ന് പറയാൻ പറ്റും. കൃഷ്ണൻ്റെ അപ്പൂപ്പനാണെന്ന് തോന്നും കുചേലനെ കണ്ടാൽ. അപ്പോൾ ഒരിക്കലും ഈശ്വരനെ നമ്മൾ വാർദ്ധക്യ രൂപത്തിൽ എവിടെയെങ്കിലും ഈശ്വരനെ കണ്ടിട്ടുണ്ട്? ഇല്ല, ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ നമ്മൾ മാനുഷിക രൂപത്തിലാണ് ഈശ്വരനെ നമ്മൾ സങ്കല്പിക്കുന്നത്. ഈശ്വരൻ്റെ രൂപം അതല്ല, പക്ഷെ മാനുഷികമായൊരു രൂപത്തിലാണ് മനുഷ്യർ ഈശ്വരനെ സങ്കല്പിക്കുന്നത്. പക്ഷെ ഒരു ഈശ്വരൻ പോലും പ്രായഘടനയിലേക്ക് വരുമ്പോൾ പ്രായമായൊരു ഈശ്വരനെ നമ്മൾ കണ്ടിട്ടേയില്ല. കഷ്ടിച്ച് പ്രായമായ ഒരു ഈശ്വരനെ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരാളെ മാത്രമാണ്. ആ ഈശ്വരനെ നമ്മൾ പൂജിക്കാറുമില്ല. അതാരാണ്? ഒരേ ഒരു ഈശ്വരനെയാണ് നമ്മൾ പ്രായാധിക്യത്തിൽ കാണുന്നത്, ചിത്രീകരിച്ച് കണ്ടിട്ടുള്ളത്. ആ ഈശ്വരനെ നമ്മൾ ആരും പൂജിച്ചിട്ടില്ല. ബ്രഹ്മാവ്. ശരിയല്ലേ? ശ്രീകൃഷ്ണൻ്റെ പൂക്കളിൽ നിന്നുള്ള താമരയിൽ ഇരിക്കുന്ന ബ്രഹ്മാവ് നല്ല വെളുത്ത് മുടി ഒക്കെ ആയിട്ടുള്ള താടിയൊക്കെയുള്ള ഒരു വൃദ്ധനാണ്. ആ ബ്രഹ്മാവിനെ നമ്മളാരും നമ്മുടെ ആയുസ്സിൻ്റെ ശക്തി തരുന്നതും നമ്മുടെ ജന്മത്തിന് കാരണഭൂതനാകുന്നതൊക്കെ ആയ ബ്രഹ്മാവിനെ ഒരിക്കൽ പോലും നമ്മൾ സൃഷ്ടിയുടെ ഒരു ഈശ്വരനാണ്. സൃഷ്ടിയുടെ ഈശ്വരനെ നമ്മൾ ഒരിക്കലും പൂജിക്കാറേയില്ല. ഒരു കുഞ്ഞു ജനിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ബ്രഹ്മാവിന് ആരും പോയി പ്രാർത്ഥന നടത്താറില്ല. അതേസമയം ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി നമ്മൾ ഉറി അല്ലെങ്കിൽ ഊഞ്ഞാൽ, ചെറിയ ഊഞ്ഞാൽ കിട്ടും. അപ്പോൾ നമ്മുടെ ഒരു സങ്കല്പത്തിലേക്ക് വരുമ്പം ബ്രഹ്മാവിനെ ഒരിക്കലും നമ്മളൊരു ഈശ്വരീയ സങ്കല്പത്തിൽ ഇഷ്ടത്തോടെ നമ്മൾ ഇതുവരെ കഥാപാത്രം പോലെയൊക്കെ വന്നു പോകുന്ന ഒരാളാണ്. ആരാ? അല്ല, അത് എന്നാലും സൃഷ്ടി ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ, അതിനകത്ത് തർക്കമൊന്നുമില്ലല്ലോ, മാറ്റി നിർത്താൻ പറ്റില്ല. കാര്യം 3 തലത്തിൽ നിൽക്കുന്ന തുല്യ ശക്തികളാണ് ഇവർ. അതെ, അതൊക്കെ ഒരു കഥയായിട്ട് പറയാമെന്നുള്ളതല്ല. യഥാർത്ഥത്തിൽ നമ്മൾ ആ ഈശ്വരീയ ഭാവത്തെ നമ്മൾ സങ്കല്പിക്കുമ്പോൾ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും സൃഷ്ടി സ്ഥിതി സംഹാരം 3നും തുല്യ പ്രാധാന്യമാണ് വരുന്നത്. ഇതിൽ സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളമാണ് സൃഷ്ടിയുടെ മുഴുവൻ മൂലാധാരമായിരിക്കുന്നത് ബ്രഹ്മാവാണ്. ഇതിൻ്റെയൊക്കെ കഥകൾ നമ്മൾ ഈ കഥകളൊക്കെ നമ്മൾ അനുസരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ താല്പര്യം ഇതാണ്. നമ്മുടെ സൗന്ദര്യബോധവും
നമ്മുടെ സങ്കല്പങ്ങളും എപ്പോഴും സുന്ദരമായ ഒരവസ്ഥയിലാണ്, സൗന്ദര്യവൽക്കരിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ശ്രീകൃഷ്ണനെ ഏറ്റവും ഇഷ്ടപ്പെട്ടു പോകുന്നത്. ശ്രീകൃഷ്ണനെ ആയിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കഥാപാത്രമായിട്ട് എല്ലാവർക്കും പൊതുവായിട്ട് ഭൂരിപക്ഷം ഒരു താല്പര്യമെടുത്താൽ ശ്രീകൃഷ്ണനായിരിക്കും. കാര്യം ആ സൗന്ദര്യവൽക്കരണം, ആ മനസ്സ് നമ്മളെപ്പോഴും സുന്ദരമായ വസ്തുക്കളെ ആശ്രയിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞു വന്ന വിഷയം. അപ്പോൾ ഈ നമ്മുടെ ബാഹ്യ സൗന്ദര്യത്തെയും ബാഹ്യത്തെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ ആന്തരികമായ സൗന്ദര്യത്തെ കൂടെ നമ്മൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. ഒരു കാലത്തും നമ്മുടെ കാറ് കൃത്യമായിട്ട് നമ്മൾ സർവീസ് ചെയ്യും, കൃത്യമായി എത്ര രൂപ മുടക്കിയാലും ശരി കാർ സർവീസ് ചെയ്തിരിക്കും. വാഹനങ്ങൾ ഏതായാലും സർവീസ് ചെയ്യും. വീട് കൃത്യമായി നല്ല പെയിൻ്റൊക്കെ അടിച്ച് കൃത്യമായി നമ്മൾ ഭംഗിയായിട്ട് സൂക്ഷിക്കും. നമ്മുടെ പറമ്പെല്ലാം വൃത്തിയാക്കി നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കും. നമ്മുടെ എല്ലാ ഇൻറ്റീരിയർ ഡിസൈൻസും ഡെക്കറേഷൻസും ഒക്കെ ഭംഗിയായി നമ്മൾ കൈകാര്യം ചെയ്യും. നമ്മൾ ഒരിക്കലും നമ്മൾ നോക്കാത്ത നമ്മുടെ ഉള്ളിലെ കാര്യമാണ്. അതെല്ലാം നമ്മൾ വേണ്ടെന്ന് നോക്കും. ഒരിക്കലും ബാഹ്യമായിട്ടുള്ളതല്ല, നമ്മുടെ ഇൻറ്റേർണലി വരേണ്ട സംരക്ഷണം നമ്മൾ വളരെ അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യും. ഒരു വേദന വന്നാൽ സാരമില്ല, പക്ഷേ ഒരു കാറിന് അല്പം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അപ്പോൾ നമ്മൾ നേരെ വർക്ക്ഷോപ്പിൽ ചെന്ന് ഇത് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടോ എന്ന് നോക്കാൻ പറയും. കാര്യം നമുക്ക് ഭയമുണ്ട് വഴി കിടന്നു പോകുമെന്ന്. നമ്മൾ വഴി കിടക്കുമെന്നുള്ളതിന് നമുക്ക് ഭയമില്ല. കഴിയുന്നതും നമ്മൾ നമ്മുടെ ചികിത്സയ്ക്കുള്ളൊരു വഴി ഒരുക്കാതിരിക്കും. നമ്മളാൽ കഴിയുന്ന ചില കുണുക്ക് വിദ്യയൊക്കെ കാണിച്ച് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളല്ലെങ്കിൽ പുറത്തറിയിക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ ഉരുട്ടിപ്പരട്ടി അങ്ങ് പോകും. നമ്മൾ ഒരിക്കലും നമ്മുടെ ആന്തരികമായ അതേസമയം ബാഹ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യും. ആന്തരികമായ ഒരു കാര്യത്തിലും നമുക്കൊരു ശ്രദ്ധ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ ഒരു ഭാഗം വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞതാണിത്. ബാഹ്യശുദ്ധിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് പോലെ ആന്തരിക ശുദ്ധിക്ക് ആവശ്യമായത് നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ ശരീരത്തിൻ്റെ ബാഹ്യതലത്തിൽ അഴുക്ക് പുരണ്ടാൽ നമുക്ക് സോപ്പിട്ട് കഴുകിക്കളയാം. പക്ഷെ നമ്മൾ ആന്തരികമായ അഴുക്ക് പുരണ്ടാൽ എന്തു ചെയ്യും? അതാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞൊരു ഭാഗമാണ്. ബാഹ്യമായിട്ടൊരു വ്രണം വന്നാൽ നമുക്ക് അസുഖങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ നമ്മളത് ചികിത്സിക്കും. ആന്തരികമായി സംഭവിച്ചാൽ നമ്മൾ ചികിത്സിക്കുമോ? നിർവാഹമില്ലെങ്കിൽ ചികിത്സിക്കൂ. ഈ വൻ ക്യാൻസർ വന്നവർ പോലും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ആദ്യത്തെ ലക്ഷണം കാണുമ്പോൾ നമുക്കൊരു തോന്നൽ ക്യാൻസറാണെന്ന് തോന്നിയാൽ പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കില്ല. ഭയം കാരണം നമ്മൾ ആ ഭാഗം വിട്ടുകളയും. അല്ലെങ്കിൽ പിന്നെ നിർവാഹമില്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും ഒരു ടെസ്റ്റ് നടത്തുമ്പോൾ അത് നെഗറ്റീവായിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ആ ചികിത്സയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ മറ്റേത് തരത്തിലായാലും. അപ്പോൾ അത് ആന്തരികം എന്നത്, അപ്പോൾ ഇവിടെ ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ ഉദാഹരണങ്ങളാണ് ഇതിൽ. ആന്തരികം എന്നത് ഉള്ളിലുള്ള കുടലും ശ്വാസകോശവും മറ്റ് അവയവങ്ങളും മാത്രമാണ് എന്ന് നമ്മൾ ധരിക്കരുതെന്ന്. നമ്മുടെ ഈ ആന്തരികമായ പ്രശ്നം എന്ന് പറയുമ്പോൾ ഉള്ളിലിരിക്കുന്ന നമ്മൾ പുറത്ത് കൈക്ക് കാല് തൊലി മൂക്ക് കണ്ണ് ചെവി എന്ന് പറയുന്നത് പോലെ ആന്തരികം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള കുടൽ അല്ലെങ്കിൽ മറ്റ് ആന്തരിക അവയവങ്ങളാണെന്ന് മാത്രം ധരിക്കരുത് എന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബാഹ്യമെന്ന് പറയുന്നത് നമ്മുടെ കയ്യും കാലും തലയും മുഖവും തൊലിയും മാത്രമല്ല. ബാഹ്യമെന്ന് പറയുന്നതിനെയും ഭഗവാൻ ഇവിടെ രണ്ടായിട്ടാണ് പറയുന്നത്. ബാഹ്യമെന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന നമ്മുടെ ഈ ശരീരത്തിൻ്റെ വെളിയിൽ കാണുന്ന ഈ അവയവങ്ങൾ മാത്രമല്ല, ഇരിക്കുന്ന കസേര, കിടക്കുന്ന കട്ടിൽ, ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എന്നിവ നമ്മൾ അതുകൂടെ നമ്മുടെ ബാഹ്യമായ ശ്രദ്ധയിൽ പെടുന്ന വസ്തുക്കളാണ്. നമ്മൾ ബാഹ്യമാണെന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ശരീരം മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള വസ്തുവകകൾ കൂടെ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നമ്മൾ വീട് പെയിൻ്റ് അടിക്കും അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. അത് ആന്തരികമായ ഒരു വ്യത്യാസത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്, ഈ ബാഹ്യമായി കാണുന്ന നമ്മുടെ വീട്, പറമ്പ്, ചുറ്റുപാട്, ഈ കാര്യങ്ങൾ പോലെ തന്നെ ആന്തരികമായി കുറേ സമ്പാദ്യം നമുക്കുണ്ട്. ഈ കുടലും ഹൃദയവും പാങ്ക്രിയാസും മാത്രമായിട്ട് കാണരുത്. ഈ വസ്തുവകകൾ പോലെ തന്നെ ആന്തരികമായി കുറേ വസ്തുവകകളുടെ സ്വന്തം കൂടാണ് നമുക്ക്, അതും കൂടെ ഉൾപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് പറയുന്നത്, അങ്ങനെയുള്ള വസ്തുവകകളെ പറയുന്നതാണ് അന്ധക്കരണം. അന്ധക്കരണം അതായത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ഈ 4 കാര്യങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം.
ഈ 4 നമ്മുടെ ആന്തരിക അവയവങ്ങളാണെന്നാണ് പറയുന്നത്. മനസ്സിനെ നമുക്ക് മനോരോഗ വിദഗ്ധൻ്റെ അടുത്ത് പോകുന്ന പോലത്തെ ഒരവസ്ഥയാണ്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇത് 4 അവയവങ്ങൾ പോലെ കാണണമെന്നാണ് പറയുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത് അവയവങ്ങൾ പോലെ കാണണം. അപ്പോൾ അത് പറയുന്നത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഈ 4 വസ്തുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ 4 അവസ്ഥകളുടെ അവയവങ്ങളാണ്. ഇപ്പോൾ കൈകൊണ്ടാണ് നമ്മൾ എഴുതുന്നത്, പ്രവർത്തിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, കാലുകൊണ്ട് നടക്കുന്നു, കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു എന്ന് പറയുന്നത് പോലെ ഈ 4 അവയവങ്ങൾ കൊണ്ട്, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഈ 4 വസ്തുതകൾ കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, ആന്തരികമായി പ്രവർത്തിക്കുന്നത്. അതിലൊന്ന് പറയുന്നത് ഇപ്പം മനസ്സൊന്ന് ഇതെല്ലാം അവയവമായിട്ട് കാണാം. അവയവമല്ല ഇത്, അവയവമായിട്ട് നമ്മളൊന്ന് കണക്കാക്കുക. മനസ്സെന്ന അവയവത്തിൻ്റെ പ്രധാന പരിപാടി സംശയം എന്നുള്ളതാണ്. ഈ സംശയം എന്നുള്ളതിൻ്റെ പ്രവർത്തനം മുഴുവനും ഏറ്റെടുത്തിരിക്കുന്നത് മനസ്സാണ്. ശരിയല്ലേ? അത് നമുക്ക് എന്ത് കാര്യത്തിലും ഒരു സംശയം ഉണ്ടാകുന്നത് അത് മനസ്സിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. ഈശ്വരനുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഇന്ന കാര്യം ശരിയാണോ തെറ്റാണോ, അയാൾ പറഞ്ഞത് ശരിയാണോ, ഓരോ കാര്യങ്ങളിലും നമ്മിലൊരു സംശയം ഉണ്ടാകുന്നെങ്കിൽ ആ സംശയത്തെ പ്രവർത്തിപ്പിക്കുന്ന അവയവമായിട്ട് നമുക്ക് മനസ്സിനെ കാണാം. അതേപോലെ തന്നെ ബുദ്ധി എന്ന് പറയുന്നത് നിശ്ചയാവസ്ഥയാണ്. ഒരു കാര്യം നമ്മൾ നിശ്ചയിക്കുന്നത് ബുദ്ധി ഉപയോഗിച്ചിട്ടാണ്. ഞാൻ ഇന്നടത്ത് പോകും എന്നത് ഉറപ്പിക്കുന്നത് ബുദ്ധിയാണ്, മനസ്സല്ല. മനസ്സിനകത്ത് പോണോ വേണ്ടോ എന്നുള്ള ചാഞ്ചല്യമാണ്. മനസ്സെപ്പോഴും ചഞ്ചലപ്പെടും. ബുദ്ധിക്ക് അതില്ല, പോകണമെന്ന് പറഞ്ഞാൽ പോകും. തീരുമാനിക്കുന്നത് ബുദ്ധിയാണ്. അപ്പം അതാണ് ആ ബുദ്ധി എന്നുള്ളതിൻ്റെ പ്രവർത്തനം. അതേപോലെ തന്നെ അഹങ്കാരം എന്ന് പറയുന്നത് നമ്മൾ ഞാനാണ് എന്നുള്ള ബോധം നമ്മെ നിലനിർത്തുന്നത് ഈ അഹങ്കാരത്തിൻ്റെ പ്രവർത്തനമാണ്. ഞാൻ അധ്യാപകനാണ്, അല്ലെങ്കിൽ ഞാൻ പ്രൊഫസറാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു മന്ത്രിയാണ്, ഞാൻ മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ആരാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് അഹങ്കാരത്തിനുള്ളത്. അഹങ്കാരം എന്ന് നമ്മൾ ഈ തെറ്റായി നെഗറ്റീവ് വേർഡായിട്ട് നമ്മൾ അഹങ്കാരത്തെ ഉപയോഗിക്കും. അവൾ വല്ല അഹങ്കാരിയാണ് എന്ന് നമ്മൾ പറയും. പക്ഷെ അതാണ് ആ അവയവത്തിൻ്റെ അവയവമല്ല, അത് ആ അവസ്ഥയുടെ പ്രവർത്തനമാണത്. ആ പ്രവർത്തനം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന ആളാണെന്നുള്ള ഒരു അഹങ്കാരം നമുക്കുണ്ടാകുന്നത്. അതെല്ലാവർക്കും ഉണ്ട്. ഇല്ലാതെ ഒരാൾ പോലും ഉണ്ടാകില്ല. അപ്പോൾ ഈ അന്നഗത പ്രാണനായതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ സ്വാമിയുടെ സിഗ്നൽ വന്നത് അന്നഗത പ്രാണന്മാർക്കുള്ള കാര്യങ്ങൾ റെഡിയായി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം കൂടെ അവസാനം നമ്മൾ പറഞ്ഞ ഈ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്ന് പറയുന്നതാണ് നമ്മുടെ ഓർമ്മകൾ. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ സ്മരണയായി പ്രവർത്തിക്കുന്നതെല്ലാം ഈ ചിത്തമാണ്. അതുകൊണ്ടാണ് ഈ ബാഹ്യമായ വസ്തുക്കൾക്ക് എന്തൊക്കെ പ്രാധാന്യമാണോ കൊടുക്കുന്നത് അത്രയും പ്രാധാന്യം ഈ 4 അന്ധക്കരണങ്ങൾക്കും കൊടുത്തേ പറ്റൂ. ഇത് തിരഞ്ഞെടുത്ത് കൊടുക്കണം. മറ്റു വസ്തുക്കൾ നമ്മൾ തിരഞ്ഞെടുത്താണ് സംരക്ഷിക്കുന്നത്. വീട് തിരഞ്ഞെടുത്ത് സംരക്ഷിക്കുകയാണ്. ഈ വീടിൻ്റെ ഇവിടെ പെയിൻറ്റ് ശരിയല്ല, അല്ലെങ്കിൽ വീടിൻ്റെ ഇന്നടത്ത് ചതൽ പിടിച്ചു, അല്ലെങ്കിൽ ഇങ്ങോട്ട് വെള്ളം വീഴുന്നു. ഈ കണ്ട ജംഗമ വസ്തുക്കളും സ്ഥാവര വസ്തുക്കളിലും എല്ലാം കാണുന്ന വ്യത്യാസങ്ങൾ നമ്മൾ കണ്ട് പരിശോധിച്ച് കാറ് നന്നാക്കണം, അല്ലെങ്കിൽ നല്ല സാരി വാങ്ങണം, അടുത്ത കല്യാണത്തിന് പോകുമ്പോൾ നമുക്ക് ഇന്ന സാരി ഉടുക്കണം, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ആഭരണം അണിയണം. എല്ലാ ബാഹ്യ വസ്തുക്കളുടെയും തീരുമാനം നമ്മൾ എടുക്കുന്നത് പോലെ തന്നെ ഈ അന്ധക്കരണങ്ങളുടെ പ്രവർത്തനങ്ങളുടെ തീരുമാനവും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ അകവും പുറവും ഒരുപോലെ ആവുകയുള്ളൂ. അതാണ് ഏറ്റവും ആരോഗ്യപരമായ അവസ്ഥ എന്ന് ഭഗവാൻ ഇവിടെ പറയുക. അപ്പോൾ അവിടെ കൊണ്ട് നമുക്ക് ഇന്ന് നിർത്താം. എന്നിട്ട് ബാക്കി ഭാഗം അവിടുത്തെ ദിവസം നമുക്ക് നോക്കാം. ഇതെല്ലാം വചനാമൃതവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വചനാമൃതം വായിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം ഇതിനകത്ത്. വചനാമൃതത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ
കിടക്കുന്നുവെങ്കിൽ പോലും വചനാമൃത വായനയാണ് യഥാർത്ഥത്തിൽ ഇതിനെല്ലാം സംശയം പിന്നെ വചനാമൃത വായന തന്നെയാണ്. പിന്നെ നമുക്ക് സംശയമേ ഉണ്ടാകില്ല. അപ്പോൾ അത് ഏറ്റവും ലളിതമായിട്ട് മറ്റെന്തൊരു വിഷയമാണെങ്കിലും നമുക്ക് പഠിപ്പിക്കാനൊരു ഗുരുവിനെ ആവശ്യം വരും. ഇപ്പോൾ നമുക്ക് ഭാഗവതം ഒറ്റയ്ക്കിരുന്ന് വായിച്ച് പഠിക്കാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ നാരായണീയം ഒറ്റയ്ക്ക് പറ്റില്ല. അതിനൊരു ഗുരുസ്ഥാനത്ത് ഒരാളുണ്ടാവണം. പക്ഷേ ഭാഗ്യവശാൽ ശ്രീരാമകൃഷ്ണദേവൻ ഒരു ഗുരു മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, ഒരു ഗുരുവിനെ സങ്കല്പിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥം വായിച്ചു പഠിക്കാൻ ഏറ്റവും ലളിതമാക്കിയത് ശ്രീരാമകൃഷ്ണദേവനാണ്. ഇത്രയും ലളിതമായിട്ട് ഒരിടത്തും എഴുതിയിട്ട് എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉദാഹരണമായിട്ടാണ്. ഇതിനകത്ത് ഭഗവാൻ എടുത്തിരിക്കുന്ന എല്ലാ ഉദാഹരണങ്ങളും നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ചുറ്റും നടക്കുന്ന, നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഭഗവാൻ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഈ നേരത്തെ സ്വാമി ഇവിടെ പറഞ്ഞ പോലെ മുമുക്ഷുക്കളുടെ കാര്യം, ആ വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ വിഷമിച്ചു പോകും. ഭഗവാൻ അത് വളരെ കൃത്യമായിട്ട്, വളരെ ലളിതമായിട്ട് പറഞ്ഞു. ഒരാൾ മീൻ പിടിക്കാൻ പോയി. അപ്പം മീനിൻ്റെ പുറത്ത് കിടക്കുന്നത് ഇന്നയാൾ, മീനിൻ്റെ അകത്ത് കിടക്കുന്ന ആൾ, മീൻ ചാടിപ്പോയ മീൻ. ഇത് വളരെ കൃത്യമാണ് മീൻപിടുത്തം. അത് ബംഗാളിൽ മീനുമായിട്ട് ബന്ധപ്പെട്ട ജീവിതശൈലി ഉള്ളത് കൊണ്ടും മീനും കുളവും ഇല്ലാതെ ബംഗാളിക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരോട് ഇത് പറഞ്ഞപ്പോൾ മീനിൻ്റെ കഥ പറഞ്ഞു കൊടുത്തത്. നമുക്ക് അത്രയും ഡയറക്റ്റ് ബന്ധമില്ലെങ്കിൽ പോലും നമുക്ക് അർത്ഥം മനസ്സിലാവും. ഇതെല്ലാം ഇതാണ്. അതുപോലെ എല്ലാവരും ഒരുപോലെ ആണോ? എല്ലാവരുടെയും താല്പര്യം ഒരുപോലെ ആണോ? നമ്മുടെ എല്ലാം താല്പര്യങ്ങൾ വ്യത്യസ്തമല്ലേ? അപ്പോൾ ഈശ്വരനെ നമ്മളെല്ലാവരും ഒരേപോലെയാണോ സമീപിക്കേണ്ടത്? ഒരേപോലെയാണോ നമ്മൾ ഈശ്വരനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു അനുഗ്രഹം നമുക്കെല്ലാം ഒരുപോലെ വരുന്നതാണോ ശരി? അല്ലെങ്കിൽ അങ്ങനെ ഒരുപോലെ ആണോ? നമ്മളെല്ലാം വ്യത്യസ്തരല്ലേ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഇതിനകത്ത് ഭഗവാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഒരമ്മയ്ക്ക് 5 മക്കളാണ്, അല്ലെങ്കിൽ 6 മക്കളാണ്. ഒരാൾക്ക് മീൻ വെച്ചതാണ് ഇഷ്ടം, ഒരാൾക്ക് മീൻ പൊരിച്ചതാണ് ഇഷ്ടം. അത് മീനിൻ്റെ ഉദാഹരണമാണ് പറയുന്നത്. വളരെ വ്യക്തമാണ്. ഓരോരുത്തരുടെ ആഗ്രഹം എന്താണോ അമ്മ അത് ഉണ്ടാക്കി കൊടുത്തു. നമുക്ക് എന്താണ് ആവശ്യം അത് ഈശ്വരൻ, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണോ, ഇഷ്ടപ്പെട്ട രീതി ഏതാണോ എന്നുള്ളത് ഈശ്വരൻ നിശ്ചയിച്ച് നമുക്ക് തരുന്നുണ്ട്. നമ്മൾ ഒരു ബുദ്ധിമുട്ടും വേണ്ട എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ ഇതിൽ പറഞ്ഞത്. നമ്മൾ അതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു സർക്കസും കാണിക്കണ്ട. ഈശ്വരൻ അത് ഒറ്റ കാര്യം, നമ്മൾ ഈശ്വരനോടൊന്ന് വഴങ്ങിയാൽ മതി, ഈശ്വരൻ്റെ അടുത്തൊന്ന് പോയാൽ മതി, ഈശ്വരനോടൊന്ന് ചോദിച്ചാൽ മതി, അതെല്ലാം കൃത്യമായിട്ട് തരും എന്നാണ് ശ്രീരാമകൃഷ്ണൻ. അത്രയും ലളിതമാണ്. അപ്പോൾ ഇത് കൃത്യമായി മുടങ്ങാതെ വായിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രധാന കാര്യം. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്. അത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ്. ഏതാണ്ട് 250 പേരുണ്ട് അതിനകത്ത്. ഈ കഴിഞ്ഞ ഏതാണ്ട് 660 ദിവസമായി കണ്ടിന്യൂസ് ആയിട്ട് വായന നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ 660 ദിവസം കഴിഞ്ഞു. അപ്പോൾ 2 വർഷത്തിൽ കൂടുതലായി മുടങ്ങാതെ വായന നടക്കുകയാണ്. ഇപ്പോൾ ഒരു ദിവസം 1 പേജൊക്കെ വായിക്കുള്ളൂ, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒരു ദിവസം 1 പേജ്. പക്ഷെ വായിക്കുന്നത് ഒരു ദിവസം 1 പേജ് വായിച്ചാൽ, അല്ലാതെ ഇതിപ്പോൾ ഇന്ന് ഇരുന്നുകൊണ്ട് നമുക്കിത് മൊത്തം അങ്ങ് വായിച്ച് തീർത്തേക്കാം എന്നും പറഞ്ഞ് നോവൽ വായിക്കുന്ന പോലെ വായിക്കാനുള്ളതല്ല. ഒരു ദിവസം 1 പേജ് വായിക്കുക. എന്നിട്ട് ആ 1 പേജ് വായിച്ചിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുക. എന്താണോ വായിച്ചത് ആ വായിച്ച വസ്തുവിനെക്കുറിച്ച് നമ്മൾ വായിച്ചങ്ങ് പേജ് മറിക്കുകയല്ല ചെയ്യുക. വായിച്ചത് എന്താണെന്ന് നമ്മൾ വളരെ നിർബന്ധപൂർവം ഇരുന്ന് ആലോചിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഇതിനകത്ത് ഭഗവാൻ സംസാരിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ഇത് വെറുതെ നോട്ടീസ് വായിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ പത്രം വായിക്കുന്ന പോലെ ആയിരിക്കും. പത്രം വായിക്കുമ്പോൾ പോലും നമ്മൾ വെറുതെ അല്ല വായന. ഒരു വാർത്ത വായിച്ചാൽ പിന്നെ നമ്മുടെ വിശകലനം വരും. നമ്മൾ എത്രയോ അടുത്ത് വിമർശനങ്ങൾ പറയും ആ വാർത്തയെ സംബന്ധിച്ച്. പക്ഷെ നമ്മൾ ഇതേപോലുള്ളൊരു ഗ്രന്ഥം വായിക്കുമ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് പോകില്ല. അത് ആ വായന കഴിഞ്ഞ് അങ്ങ് മടക്കിക്കളയും. അതല്ല വേണ്ടത്. നമ്മൾ 1 പേജാണെങ്കിൽ 1 പേജ് ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ഒരു ദിവസം, അല്ലെങ്കിൽ 10 വരി ഞാൻ ഒരു ദിവസം വായിക്കും എന്ന് തീരുമാനിച്ചാൽ ആ 10 വരി വായിക്കുന്നതിനോടൊപ്പം അതെന്താണ് എന്ന് കൃത്യമായിരുന്ന് സ്വസ്ഥമായിരുന്ന് ആലോചിച്ച് ഒരു ധാരണയിലെത്തിയിട്ട് പുസ്തകം മടക്കുക. അങ്ങനെ വരികയാണെങ്കിൽ ഭഗവാൻ നമ്മളോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഭാഗവതം എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മുടെ മനസ്സ് അങ്ങോട്ട് ഭഗവാനുമായിട്ട് അവിടെ കണക്ട്, ഈ അകത്തിരിക്കുന്ന വൈശ്വാനരൻ ഈ വിഷയമായിട്ട് കണക്റ്റഡ് ആവണം. വൈശ്വാനരൻ വെറും ഭക്ഷണം മാത്രമല്ല സ്വീകരിക്കുന്നത്, ചിന്തയും സ്വീകരിക്കുന്നത്. അതാണ് പറഞ്ഞത്, ഈ അന്ധക്കരണവും കൂടെ സ്വീകരിക്കുന്നുണ്ട്. എല്ലാം സ്വീകരിക്കുക അകത്തിരുന്നുകൊണ്ട്. നമ്മൾ എന്താണോ അകത്തോട്ട് കൊടുക്കുന്നത് അതെല്ലാം സ്വീകരിക്കും. നമ്മൾ ഈ പുസ്തകമാണ് കൊടുക്കുന്നതെങ്കിൽ അതും സ്വീകരിക്കും. അപ്പോൾ വൈശ്വാനരന് പ്രവർത്തിക്കാനുള്ളൊരു സാഹചര്യം കൂടെ കൊടുക്കണം. അതിനു മുമ്പേ നമ്മൾ അടച്ചു വെച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ വൈശ്വാനരൻ ആരോട് പറയാം?
അപ്പോൾ ആ ഒരു അവസരം കൂടെ കൊടുത്തുകൊണ്ടായാൽ നമ്മൾ ഈ വായന കുറെ കൂടെ ശക്തമാകും, അല്ലെങ്കിൽ വായന കുറെ കൂടെ ഫലവത്താകും. നമ്മുടെ വലിയൊരു പ്രോസസ്സുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കാം. അടുത്ത നമ്മുടെ അന്നഗത പ്രാണന്മാർക്കായി സ്വാമി എല്ലാം ഒരുക്കിയത് നമുക്ക് അത് ആസ്വദിക്കാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ.